എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മിസ്റ്റർ ജോഷി, മിസ്റ്റർ സുദേശും എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ബാക്കി എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും എനിക്കൊരു വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ അവരിൽ നിന്നും ഒരുപാട് പഠിക്കുന്നു, ദിവസവും ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നു. അവരെല്ലാവരും കൂടെ ആണ് ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്തത്. അതുകൊണ്ട് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള പലരെയും നമ്മുടെ ഈ മാനവധർമ്മ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ ഒരു ഇവൻ്റാണ്. നമ്മൾ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റിൻ്റെ ഉദ്ദേശം ഇവിടെ പറയുന്നത് പോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത ശ്രീനാരായണ ധർമ്മം, അതായത് ശ്രീനാരായണ ധർമ്മത്തിനെ ക്യാപ്ചർ ചെയ്യാനൊരു ശ്രമം നടക്കുകയാണ്. അപ്പം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ശ്രീനാരായണ ധർമ്മത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം അതിൻ്റെ വളരെ ബാക്ക്ഗ്രൗണ്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതിനു വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം ഈ സമൂഹം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്തൊരു സമൂഹമാകണം. നമ്മൾ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ സമാധാനപരമായ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമായി മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ആ ഒരു കൂട്ടായ്മയാണ് ഈ ശ്രീനാരായണ മാനവധർമ്മം കൂട്ടായ്മ. ഈ വിഷയത്തിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയായിരുന്നു. ഡൽഹിയിൽ ഒരു കൂട്ടം നാഷണലി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ ലീഗൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ 25 പ്രസിദ്ധീകരിക്കാൻ ഒരു ബുക്ക് തയ്യാറാക്കുകയാണ്, സുപ്രീം കോടതിയുടെ 75 വർഷങ്ങളെക്കുറിച്ച്. അപ്പം 2000 സുപ്രീം കോടതിയുടെ 50 വർഷങ്ങളെക്കുറിച്ച് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ 75 വർഷത്തിനെ കുറിച്ച് ഒരു ബുക്ക് തയ്യാറാക്കുന്നു. അപ്പോൾ അവർ കുറച്ച് മാസം മുമ്പ് എന്നെ അവരെന്നോട് പറഞ്ഞു, സുപ്രീം കോടതിയും ജാതിയും എന്നുള്ളൊരു ചാപ്റ്റർ താങ്കൾക്ക് എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എഴുതാമെന്ന് പറഞ്ഞു. വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഉദ്ദേശം കാസ്റ്റ്ലെസ് സൊസൈറ്റിയാണ് ഇന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വി വോണ്ട് എ കാസ്റ്റ്ലെസ് സൊസൈറ്റി. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണുന്നത് എന്താണ്? ഈ രാജ്യത്ത് ഈ കാസ്റ്റ് സിസ്റ്റം കൂടുതൽ ശക്തമാകുകയാണ്. ഇപ്പം നമ്മൾ ഒരു ഷോ ഓഫ് ഹാൻഡ്സ് കാണിച്ചാൽ ഇത് എത്ര ആൾക്കാർ അല്ല ഇവിടെ കാസ്റ്റ് സിസ്റ്റം വീക്കൺ ചെയ്യുകയാണെന്ന് ആരെങ്കിലും ഒരാൾ പോലും, ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ പോലും അത് പറയില്ല. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയുന്നു, ജുഡീഷ്യറി പറയുന്നു, നമുക്ക് വേണ്ടത് കാസ്റ്റ്ലെസ് സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ ആക്ച്വൽ എക്സ്പീരിയൻസ് എന്താണ്? ഇവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് സുപ്രിമസി കൂടിക്കൊണ്ടുവരികയാണ്. പുറകോട്ട് പോവുകയാണെങ്കിൽ ജനാധിപത്യം പുറകോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയെക്കുറിച്ച്. അപ്പം ഞാൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇന്ന് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. 75 വർഷം മുമ്പ് ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. അത് ചൈന ഒരു പീപ്പിൾസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ഒക്ടോബർ 49 അന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത്. ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? ചൈന ഡിക്ലെയർ ചെയ്തു, ഞങ്ങളൊരു പീപ്പിൾസ് റിപ്പബ്ലിക്കാണ്, ഇവിടെ ഇരിക്കുന്ന ഭരണകൂടത്തിനെല്ലാം അട്ടിമറിച്ച് ഞങ്ങളൊരു പീപ്പിൾസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതായിരുന്നു സോവിയറ്റ് യൂണിയനിലും മറ്റ് പല സ്ഥലങ്ങളിലും നടന്നത്. പക്ഷേ ഇന്ത്യയിൽ നടന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. വി ദ പീപ്പിൾ. അന്ന് ലോകത്തിൻ്റെ 14% ജനത, പാവപ്പെട്ട ജനത, നിരക്ഷരായ ജനത, ദരിദ്രരായ ജനത വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഞങ്ങളൊരു രാഷ്ട്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഹാവിങ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്ത്യ എന്നല്ല പറഞ്ഞത്. ഹാവിങ് റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അന്ന് വരെ ഇന്ത്യയിൽ ജനാധിപത്യമില്ല, സോഷ്യലിസമില്ല, സെക്യുലറിസമില്ല, ഇതൊന്നുമില്ല. അപ്പം ഇതൊരു
വിപ്ലവ പ്രഖ്യാപനമായിരുന്നു ജനങ്ങളുടെ. ഞങ്ങൾ ഒരു പുതിയ രാഷ്ട്രത്തിനെ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളൊരു ഡെക്ലറേഷൻ അല്ലായിരുന്നു. ഒരു റെവല്യൂഷണറി ഇൻറ്റൻറ്റാണ്. ആ റെവല്യൂഷണറി ഇൻറ്റൻറ്റിൻ്റെ സോൾ പർപ്പസ് ആർട്ടിക്കിൾ 38 പറയുന്നത് എന്താണ്? ദ സ്റ്റേറ്റ് ഷാൽ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആസ് ഇഫക്റ്റീവ്ലി ആസ് ഇറ്റ് മേ ബൈ സെക്യൂറിങ് എ സോഷ്യൽ ഓർഡർ. ഇക്കണോമിക് ഓർഡർ അല്ല, പൊളിറ്റിക്കൽ ഓർഡർ, സോഷ്യൽ ഓർഡർ ഇൻ വിച്ച് ജസ്റ്റിസ് ഷെൽ ഇൻഫോം ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കാനാണ് ഈ വി ദ പീപ്പിൾ ഒന്നിച്ച് വന്ന് ഒരു പുതിയൊരു പ്രഖ്യാപനം നടത്തുന്നത്. ബേസ്ഡ് ഓൺ സെക്യുലറിസം, സോഷ്യലിസം, ഡെമോക്രസി, ഫ്രീഡം, ലിബർട്ടി, ഡിഗ്നിറ്റി, ഫ്രറ്റേണിറ്റി. അതൊരു വലിയൊരു റെവല്യൂഷനായിരുന്നു. ഈ ലോകത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ വലിയൊരു നാഴികക്കല്ലായിരുന്നു 75 വർഷം മുമ്പ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു? സ്വീഡനിലെ ഗോത്തൻബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം പറയുകയാണ്, പലയിടത്തും ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ അവർ ഈ 200 രാജ്യങ്ങളെക്കുറിച്ച് 200 ഇൻഡിക്കേറ്റേഴ്സിൽ ഈ ഏറ്റവും വലിയ ഡേറ്റാബേസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാണ് ഡെമോക്രസിയെക്കുറിച്ച്. അവർ 4 ടൈപ്സ് ഓഫ് രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നു. 2 തരത്തിലുള്ള ഡെമോക്രസിയും 2 തരത്തിലുള്ള ഏകാധിപത്യങ്ങളും, ഓട്ടോക്രസിയും. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ലിബറൽ ഡെമോക്രസി, പിന്നെ ഇലക്ടറൽ ഡെമോക്രസി. ലിബറൽ ഡെമോക്രസി എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഉള്ള രാജ്യങ്ങളാണ് ലിബറൽ ഡെമോക്രസി. ഇലക്ട്രൽ ഡെമോക്രസി എന്ന് വെച്ചാൽ പല സ്വാതന്ത്ര്യങ്ങളും ഇല്ല, ദാരിദ്ര്യമുണ്ട്, വലിയ അസമത്വമുണ്ട്, പക്ഷേ ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആണ്. അതായിരുന്നു ഇലക്ട്രൽ ഡെമോക്രസി. ഓട്ടോക്രസി എന്ന് വെച്ചാൽ 2 തരം ഓട്ടോക്രസി. ഒന്ന് ഇലക്ഷൻ ഉള്ള ഓട്ടോക്രസി, ഒന്ന് ഇലക്ഷൻ ഇല്ലാത്ത ഓട്ടോക്രസി. ഇലക്ഷൻ ഇല്ലാത്ത ഓട്ടോക്രസിയിൽ ഒരാൾ രാജാവ് പ്രഖ്യാപിക്കും ഞാനാണ് രാജാവ്, പിന്നെ അത് ഭരണമാറ്റമില്ല. അത് ക്ലോസ്ഡ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. മറ്റേത് ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ഇലക്ടറൽ ഓട്ടോക്രസിയിൽ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ അല്ല, പക്ഷേ നേതൃത്വം മാറിക്കൊണ്ടിരിക്കും. ഇലക്ഷൻസ് മാനിപ്പുലേറ്റഡ് ആണ്. ഓപ്പോസിഷനെ ജയിലിലാക്കും, സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, ഈ ഗവൺമെൻറ് അതോറിറ്റീസിനെ ഉപയോഗിച്ച്. ഇപ്പോൾ സിംഗപ്പൂർ ഇലക്ട്രൽ ഓട്ടോക്രസിയാണ്, എന്ന് വെച്ചാൽ ഓപ്പോസിഷന് നിലനിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ത്യ ഇത്രയും നാൾ ഒരു ഇലക്ട്രൽ ഡെമോക്രസി ആയിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്ത്യ ഇലക്ട്രൽ ഓട്ടോക്രസി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഫ്രീഡം ഹൗസ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഒരു ഫ്ലോഡ് പാർഷ്യൽ ഡെമോക്രസി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇക്കോണമിസ്റ്റിൻ്റെ UK-യിലെ ഇക്കോണമിസ്റ്റിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റ് ഡൗൺഗ്രേഡഡ് ഇന്ത്യ ടു ഫ്ലോഡ് ഡെമോക്രസി. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഡെമോക്രസി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മളിപ്പോഴും ഓട്ടോക്രസിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത് ഇലക്ട്രൽ ഓട്ടോക്രസി ആയതുകൊണ്ട് പലതരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളൊരു ഡെമോക്രസി എന്നാണ്. ആക്ച്വലി നമ്മൾ ഡെമോക്രസിയിലല്ല എന്നാണ് ഈ ഇൻ്റർനാഷണൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഴ്സ് മറ്റു പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡെമോക്രസി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഈ ഫ്രഞ്ച് ഡെക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് മാനിൽ ആർട്ടിക്കിൾ 16 പറയുന്നത് ഈ ദാറ്റ് കൺട്രി വേർ ദർ ഇസ് നോ സെക്യൂരിറ്റി ഓഫ് റൈറ്റ്സ് ആൻഡ് നോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഡസ് നോട്ട് ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് ഓൾ എന്നാണ്. അപ്പോൾ ഒരു ബേസിക് ലോ വെറും ലോയിൽ നിന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു സ്റ്റേറ്റസിലേക്ക് വരണമെങ്കിൽ ആ രാജ്യത്ത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് വേണം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വേണം, ഈ റൂൾ ഓഫ് ലോ വേണം. എന്നാലേ ഈ ബേസിക് ലോസിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേര് കൊടുക്കാനൊക്കെ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദി ഐഡിയോളജി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം, നോ ആർബിട്രറി പവർ, ചെക്സ് ആൻഡ് ബാലൻസസ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നോർത്ത് കൊറിയയിൽ ഇപ്പോൾ ചോദിച്ചാൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, പക്ഷേ അത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ഒരു രക്ഷയില്ല, ഒരു പ്രതിവിധിയില്ല നമുക്ക്. നമ്മുടെ റൈറ്റ്സ് സെക്യൂർ അല്ല, നമ്മുടെ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് സെക്യൂർ അല്ല, എനി ടൈപ്പ് ഓഫ് മൈനോറിറ്റി. നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് സെക്യൂർ അല്ല, ഫ്രീഡം ഓഫ് പ്രസ് കോംപ്രമൈസ്ഡ് ആണ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബീങ് അബ്യൂസ്ഡ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഡെമോക്രസി ഇല്ല. ഇവിടെ ആക്യുറേറ്റ്ലി സ്പീക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷനെ തരം താഴ്ത്തി ഒരു ഓർഡിനറി ലോ ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് പകരം തിയോളജിയിൽ നിന്നും
ബേസിക് മൂല്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല തിയോക്രസിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു ക്രൈസിസിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ തുടങ്ങി 75 വർഷം കഴിഞ്ഞ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ICUവിലാണ്. പല അവയവങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം നിലച്ചു കഴിഞ്ഞു. അത് രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലർ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയായിരുന്നു, പലരും പറയുന്നു എന്തിനാണ് നിങ്ങൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളല്ല പറഞ്ഞത്, ഇത് ഡൽഹിയിൽ നിന്ന് അവർക്കുള്ളൊരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് വാസ്തവത്തിൽ ഒരു സ്ട്രഗിൾ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് സം കൈൻഡ് ഓഫ് സോഷ്യൽ ഓർഡർ. അതിൻ്റെ പേരെന്താണ് നമുക്ക് അതിലേക്ക് വരാം. ഒരു സോഷ്യൽ ഓർഡറിനെ പ്രിസർവ് ചെയ്തിട്ട് മറ്റൊരു സോഷ്യൽ ഓർഡറിൻ്റെ ഇമർജൻസിനെ തടയാൻ വേണ്ടി ഒരു സമരമാണ് നടക്കുന്നത്. ആ പഴയ സോഷ്യൽ ഓർഡറിൻ്റെ പേരാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി അതിനെ ഹിന്ദുയിസം എന്നും ഹിന്ദുത്വ എന്നും സനാതനധർമ്മം എന്നും പല പേരുകളും വെച്ച് പറയാണ്. പക്ഷേ ഈ പഴയ സോഷ്യൽ ഓർഡർ, നമ്മളെല്ലാം അടിമകളും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ആൾക്കാരും ആയിട്ടുള്ള ആ സോഷ്യൽ ഓർഡറിനെയാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ തന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഓൾഡ് സോഷ്യൽ ഓർഡർ. അപ്പോൾ അതിനെ പ്രിസർവ് ചെയ്തിട്ട് ഒരു പുതിയ സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്ന സ്ട്രഗിളിനെ കുറിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ ഇന്ന് ശ്രദ്ധിക്കുന്നത്. അതിൽ സുപ്രീം കോടതിയുടെ റോൾ എന്താണ്, എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ റോൾ ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഞാനിപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ്തവത്തിൽ ഈ പുതിയ സോഷ്യൽ ഓർഡറിനെ മാറ്റി, പഴയ സോഷ്യൽ ഓർഡറിനെ മാറ്റി പുതിയ സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ വളരെ പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ട് ഇന്നലെ 75 വർഷം ആയി തികഞ്ഞു. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ അവസാനത്തെ സ്പീച്ച് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി November 25, 1949 അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കയുണ്ട്, എനിക്ക് ഒരുപാട് ഐ എം പെർട്ടർബ്ഡ് എന്ന് പറഞ്ഞു. നമ്മുടെ ജനാധിപത്യം സർവൈവ് ചെയ്യുമോ, നമ്മളുടെ സ്വാതന്ത്ര്യം സർവൈവ് ചെയ്യുമോ, ഇവിടെ ഫ്രെറ്റേണിറ്റി ഉണ്ടാകുമോ, ഈ റിപ്പബ്ലിക് സർവൈവ് ചെയ്യുമോ എന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗുഡ്. എൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട്, അദ്ദേഹം പറയുന്നു പ്രശ്നം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, a constitution is good if the people who work it are good. A constitution is bad if the people who work it are bad. എന്നുവെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിൾ ടു ക്രിയേറ്റ് എ ന്യൂ സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ ആരുടെ കയ്യിലാണ് അധികാരം നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഉപയോഗിച്ച് ഈ പഴയ സോഷ്യൽ ഓർഡറിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് സുപ്രീം കോടതിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇവിടുത്തെ ഉള്ള നേതൃത്വം. ഈ നേതൃത്വം ആരാണ്? അത് ഡോക്ടർ അംബേദ്കർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ഒരു ഓളിഗാർക്കി, അതാണിപ്പോൾ നടക്കുന്നത്. 4 കമ്മ്യൂണിറ്റീസാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. കേരളത്തിനെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് യൂണിലാറ്ററൽ ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും അവരാണ്. ആ ഓളിഗാർക്കിയാണ് കേരളത്തിനെ ഭരിക്കുന്നത്. ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും 3-4 കമ്മ്യൂണിറ്റീസിൻ്റെ കയ്യിലാണ് പവർ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഈ ഓളിഗാർക്കിയുടെ കയ്യിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. അവർ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അവരുടെ ഇൻട്രസ്റ്റിനെ നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഈ ഓൾഡ് സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം? പക്ഷേ അവർ പറയുന്നത് നേരെ മറിച്ചാണ്. ഇത് കാസ്റ്റ്ലെസ് സൊസൈറ്റി ആക്കണം, സ്വതന്ത്ര സൊസൈറ്റി ആക്കണം, അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതെന്താണ് ആക്ച്വലി ഇവർ ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യണം. അതുകൊണ്ട് ആദ്യം ഞാൻ 2-3 പാർട്ടിലാണ് സംസാരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ആദ്യത്തെ പാർട്ട് എന്താണ് കാസ്റ്റ്. നമ്മൾക്ക് വലിയൊരു കൺഫ്യൂഷനുള്ളൊരു കോൺസെപ്റ്റാണ്. കാസ്റ്റ് എന്താണ്, വർണ്ണം എന്താണ്, ജാതി എന്താണ്, ഒരു ക്ലാരിറ്റിയുമില്ല. ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു 10-15 ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അവർ പോലും പറയുന്നു അതിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി പ്രൊഫസർ GS ഘുരിയയാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് MN ശ്രീനിവാസ്. ഇവരൊക്കെ പറയുന്നത് എന്താണ്, കാസ്റ്റ് കനോട്ട് ബി ഡിഫൈൻഡ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞങ്ങൾ പറയാം, പക്ഷേ കാസ്റ്റ് കനോട്ട് ബി ഡിഫൈൻഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കൊരു ഡെഫിനിഷൻ ഇല്ല. മറിച്ച് നമ്മൾ ബാബാ സാഹേബ് അംബേദ്കർ, നാരായണ ഗുരു, അയ്യൻകാളി,
നമ്മുടെ പെരിയാർ, ഫൂലെ, ഇവരുടെ റൈറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാസ്റ്റ് എന്താണെന്ന് വ്യക്തമായി അറിയാം. പക്ഷേ ഈ ഓളിഗാർക്കിക്കുള്ള ആൾക്കാർക്ക് അറിയില്ല. നമുക്കറിയാം എന്താണ് കാസ്റ്റ് എന്ന്. അപ്പോൾ അവരും ആക്ച്വലി ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല, വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഈ ഓൾഡ് ഓർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ദി ഓൾഡ് ഫ്യൂഡൽ സോഷ്യൽ ഓർഡർ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ അപ്പോൾ എനിക്ക് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ലോ, എനിക്ക് കാസ്റ്റിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ സുപ്രധാനമായിട്ടൊരു ഒരു കോൺസെപ്റ്റാണ്. ഒരു ഡെഫിനേഷൻ ഇല്ലാതെ ഐ കനോട്ട് വർക്ക് ഓൺ ഇറ്റ്. അപ്പോൾ എനിക്ക് സോഷ്യോളജിസ്റ്റ്, ആന്ത്രപ്പോളജിസ്റ്റ് ഒരു ഡെഫിനേഷൻ കിട്ടുന്നില്ല, ഇക്കോണമിക്സിൽ നിന്ന് കിട്ടുന്നില്ല, പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം ഐ ഹാവ് ഡെവലപ്ഡ് എ ലീഗൽ ഡെഫിനേഷൻ ഓഫ് വാട്ട് ഇസ് കാസ്റ്റ്. അപ്പോൾ ഐ വിൽ ബിഗിൻ വിത്ത് എക്സ്പ്ലെയിനിങ് വാട്ട് ഇസ് കാസ്റ്റ് അക്കോർഡിംഗ് ടു ഫ്രം എ ലീഗൽ പെർസ്പെക്റ്റീവ്. കാണിക്കുന്നത് ഇവിടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ, വെരി റഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സോഷ്യൽ സ്ട്രക്ചറാണ്. ഏറ്റവും അടിയിൽ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ, തൊട്ടു മുകളിൽ ഒരു ഫാമിലി, ബാക്കിയുള്ളത് സോഷ്യൽ ഗ്രൂപ്പ്സാണ്. അത് കാസ്റ്റ് ആകാം, എനി ടൈപ്പ് ഓഫ് സോഷ്യൽ. ലോകത്തുള്ള എല്ലായിടത്തും സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇല്ലാത്ത ഒരു സൊസൈറ്റി ഇല്ല. മാൻ സോഷ്യൽ ആനിമലാണ്. അപ്പോൾ അത് സോഷ്യൽ ഗ്രൂപ്പ്സാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ആ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇതെല്ലാം സെൽഫ് ഫോംഡാണ്. റിലിജനും ഉണ്ട്. അപ്പോൾ പല റിലിജൻസും ഉണ്ട്. ഇതൊരു പ്യുവർ സോഷ്യൽ സ്ട്രക്ചറാണ്. ഇതിനെയാണ് ചിലപ്പോൾ ലെഫ്റ്റിലെ ആൾക്കാരും റൈറ്റിലെ ആൾക്കാരും സ്വത്വം എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുന്നത്. ഈ മുകളിലുള്ള രണ്ട് ലൈൻ, റിലിജൻ സ്വത്വം, സമുദായ സ്വത്വം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ സമുദായങ്ങളെ നമ്മൾ ജാതികൾ എന്നാണ് പറയുന്നത്. ആക്ച്വലി ജാതികളല്ല. അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നാരായണഗുരുവാണ്. നാരായണഗുരു പറയുന്നു ജാതി എന്നുള്ള വാക്കിൻ്റെ പേര് ജന്മരീതി എന്നാണ്. ജൻ പ്ലസ് കത്തിൻ, ജന്മരീതി. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന്. എന്നിട്ട് ഗുരു പറയുന്നു മനുഷ്യർക്ക് 4 തരം ജന്മരീതികളല്ല, ഒരു തരം. പശുവിന് പോലെ മനുഷ്യന് ഒരു ജന്മരീതിയേ ഉള്ളൂ, ഒരു യോനി, ഒരു ആകാരം എന്ന് അറിഞ്ഞൂടാത്ത ഈ ലോകത്ത് ആരുമില്ല. കോപ്പിന ഈ ബ്രാഹ്മണാദികൾ ഒഴിച്ച് ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. എല്ലാവർക്കും അറിയാം മനുഷ്യർക്ക് ഒരു ജന്മരീതിയുള്ളൂ, മനുഷ്യർ ഒരു സ്പീഷീസാണ്. പക്ഷേ നമ്മൾ ഈ ഗ്രൂപ്പ്സ് ജാതികളാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മളെല്ലാം ഡിഫറെൻറ്റ് സ്പീഷീസാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഈഴവ ജാതി എന്ന് പറഞ്ഞാൽ ഈഴവര ഒരു സെപ്പറേറ്റ് സ്പീഷീസാണ്. ധീവര ഒരു ജാതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്പീഷീസാണെന്നാണ് പറയുന്നത്. ഹ്യൂമൻസ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് വെച്ചാൽ ജാതി സ്പീഷീസ് ഡിഫറൻസിയേഷനാണ്. അതില്ല. ഞാൻ ആരോ ഒരു സർക്കുലേറ്റ് ചെയ്ത് കണ്ടു. ഇത് എന്ത് അതോറിറ്റേറ്റീവ് ആണോ എന്നറിയില്ല. ഗുരുവിനോട് സഹോദരൻ അയ്യപ്പൻ മിശ്രവിവാഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗുരു പറയുന്നു അയ്യോ അത് വളരെ മോശമാണെന്ന് പറയുന്നു. അപ്പോൾ സഹോദരൻ ചോദിക്കുന്നു അതെന്തിനാണ് ഗുരു അങ്ങനെ അത് മോശമാണെന്ന് പറയുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു മിശ്രവിവാഹം എന്ന് വെച്ചാൽ 2 ജാതികൾ തമ്മിലുള്ള വിവാഹമാണ്. അതായത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വിവാഹങ്ങളാണ്. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. അപ്പോൾ 2 മനുഷ്യർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് ചോദിക്കാനും പറയാനും? അത് നാച്ചുറലാണ്, അതിൽ ഒരു പ്രശ്നവുമില്ല. ഇത് ജാതികളല്ല. മിശ്രജാതി വിവാഹം എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസ് തമ്മിലുള്ള വിവാഹമാണ്. അതെങ്ങനെ നടക്കും എന്നാണ് ഗുരു ചോദിച്ചത്. അല്ലാതെ മനുഷ്യരൊരു ജാതിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് ഈ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു സിസ്റ്റം, ഇതാണ് കാസ്റ്റ് സിസ്റ്റം. അതെന്താണ്? ഈ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ഈ കാസ്റ്റ് സിസ്റ്റം ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഏത് സൊസൈറ്റി, ഇപ്പോൾ ഇത് ഇന്ത്യ അല്ല നോർവേ ആണെന്നിരിക്കട്ടെ, നോർവേയിൽ വ്യക്തികളുണ്ട്, ഫാമിലിയുണ്ട്, സമുദായങ്ങളുണ്ട്, സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഇൻഡോ ആര്യന്മാർ നോർവേയിൽ പോയിട്ട് അവിടെ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ 5 കാറ്റഗറി അനൗൺസ് ചെയ്യും. എന്നിട്ട് പറയും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെയും ഫാമിലിയെയും ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യില്ല, സമുദായങ്ങളെ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. വ്യക്തിയും നിങ്ങൾ ജനിക്കുന്നത് ഏത് പേരൻസിലേക്കാണ്, ഏത് സമുദായങ്ങൾ, അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ സമുദായത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. വ്യക്തി എന്നുള്ള എക്സിസ്റ്റൻസ് നിങ്ങൾക്കില്ല, ഫാമിലി എന്നുള്ള എക്സിസ്റ്റൻസ് നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡിവിജ്വൽ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, ഫാമിലി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, കമ്മ്യൂണിറ്റി നേഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം പറയും നിങ്ങൾക്ക് മാൻഡറ്ററി ആയിട്ട് എല്ലാവരും സമുദായ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളാണ്.
ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ജന്മനാൽ ഒരു സമുദായത്തിൻ്റെ അംഗങ്ങളാകുന്നു. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവർ പറയുന്നു, ഞങ്ങൾ ഓരോ സമുദായത്തിനെയും ഈ 5 കാറ്റഗറിയിലേക്ക് ഞങ്ങൾ ഇടാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാ സമുദായങ്ങളെയും ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ, അത് ഈ നമ്പർ 1 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ കാറ്റഗറി എന്താണ്, നിങ്ങളുടെ സമുദായം ഏത് കാറ്റഗറിയിൽ പോകും എന്ന് തീരുമാനിക്കുന്നത് നമ്പർ 1 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അവരടുത്ത് പോയി നെഗോസിയേഷൻ നടത്തും. ഇവിടെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെ ഈ നമ്പർ 1 കാര്യം നമ്പർ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ അവർ പോയി പറയണം, ഇല്ല ഞങ്ങൾ നമ്പർ 2 ആണ്, ഞങ്ങൾ നമ്പർ 4 അല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൽ കുറേ പൊളിറ്റിക്കൽ നെഗോസിയേഷൻസും എല്ലാം നടക്കും ഈ ക്ലാസിഫിക്കേഷൻ കാറ്റഗറൈസേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ സമുദായങ്ങളെ കാറ്റഗറൈസ് ചെയ്യാണ്. ഈ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ആർ ഗിവൺ ടു ഈച്ച് കാറ്റഗറി. അപ്പോൾ നമ്പർ 1 ആൻഡ് നമ്പർ 2 മാക്സിമം സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കാണും. നമ്പർ 3 അതിനേക്കാളും കുറവ്, പക്ഷേ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ഉണ്ട്. നമ്പർ 4 അതിനേക്കാളും കുറവ്, പക്ഷേ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്കണോമിക് റൈറ്റ്സ് ഉണ്ട്. 5th കാറ്റഗറിയിൽ പെടുന്ന സമുദായങ്ങൾക്ക് യാതൊരു സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സും ഇല്ല. ഒരു ചോയ്സുമില്ല, ഒരു റൈറ്റ്സുമില്ല. നിങ്ങൾക്ക് ഇക്കണോമിക് റൈറ്റ്സ് ഇല്ല, അസോസിയേഷൻ റൈറ്റ്സ് ഇല്ല, പഠിക്കാൻ റൈറ്റ്സ് ഇല്ല, ചിന്തിക്കാൻ റൈറ്റ്സ് ഇല്ല, വേഷവിധാനങ്ങൾ ചൂസ് ചെയ്യാനും പോലും ഒരു റൈറ്റ്സും ഇല്ല. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പർ 5 പോവുകയാണെങ്കിൽ നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല. വ്യക്തിയായിട്ടും റൈറ്റ്സ് ഇല്ല, ഫാമിലി ആയിട്ട് റൈറ്റ്സ് ഇല്ല. അപ്പോൾ ആ 5 പോകുന്ന കമ്മ്യൂണിറ്റിയെ റൈറ്റ്സ് എല്ലാം എടുത്ത് കളയാണ്. 1, 2, 3, 4 കമ്മ്യൂണിറ്റീസിന് റൈറ്റ്സ് കൊടുക്കുന്നു. 5 പെടുന്ന കമ്മ്യൂണിറ്റീസിന് ഒരൊറ്റ റൈറ്റ്സും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സമുദായ സോഷ്യൽ സിസ്റ്റം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഇസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. ടു വെസ്റ്റ് ആൻഡ് ഡൈവെസ്റ്റ് സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ഫ്രം ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് ഗ്രൂപ്പ്സ് ആൻഡ് കൺട്രോൾ ദാറ്റ്. ഇപ്പോൾ എല്ലാ വ്യക്തികളെയും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഇമ്പോസിബിളാണ്. പക്ഷേ ആ സമുദായങ്ങളെ ഇവർ കൺസോൾഡേറ്റ് ചെയ്യാണ്. നാഗമയ പറയുന്നു, ട്രാവൻകോർ സെൻസസിൻ്റെ 1881 സെൻസസിൽ 377 സമുദായങ്ങളെ ഞാൻ 45 കാസ്റ്റ് ആയിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് ഈ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഭരിക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഫോർ ഡിസൈഡിങ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ്. ഒരു സോഷ്യൽ ഇതല്ല, ഇത് സ്വത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല കാസ്റ്റ് സിസ്റ്റത്തിന്. സ്വത്വം എന്ന് വെച്ചാൽ സമുദായങ്ങളുടെ സ്വത്വമാണ്, അത് കാസ്റ്റ് സിസ്റ്റം അല്ല. ഈ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. അതിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള നമ്പർ 1, 2, 3, 4 കമ്മ്യൂണിറ്റീസ് അതിനെ വലുതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മലയാളി മെമ്മോറിയലൊക്കെ എഴുതി കൊടുക്കും, ബട്ട് അല്ലെങ്കിൽ വലിയ പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ നമ്പർ 5 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് യാതൊരു പ്രതിവിധിയില്ല. അവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ വി മേക്ക് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സോഷ്യൽ സിസ്റ്റം which consists of samudayam, communities, and the caste system, which is a political system of 5 categories. Simply to rights കൊടുക്കാനും എടുത്തു കളയാനുള്ള ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഈ കാസ്റ്റ് സിസ്റ്റം. അതിനെ അനൈഹിലേറ്റ് ചെയ്യണം എന്നാണ് ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നത്. അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറിറ്റിക്കൽ ബേസിസാണ് ഗുരു എടുത്ത് കളയുന്നത്. ഗുരു പറയുന്നത് ഈ 4 കാറ്റഗറിയെ ജസ്റ്റിഫൈ ചെയ്യുന്നത്, അതാണ് ഞാനൊരു റിലീജിയസ് സിമ്പിൾ മുകളിലിട്ടത്. ഈ കാറ്റഗറൈസേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ നിന്നാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. 4 ജാതികളുണ്ട്, ബാക്കിയുള്ളവർ പഞ്ചമരാണ്, അവിടെ നിന്നാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതിനെ ഗുരു ഇല്ലാതാക്കുന്നു. ഗുരു പറയുന്നു ഈ ജാതികളെക്കുറിച്ച്, അവരുടെ സ്റ്റേറ്റസിനെ കുറിച്ചുള്ള, അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സ്റ്റേറ്റസിനെ കുറിച്ചുള്ള വർണ്ണനമാണ് വർണ്ണമെന്ന് ഗുരു പറയുന്നു. ജാതി ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലാണ്, വർണ്ണം ഉണ്ടാകുന്നത് എന്താണ്? വർണ്ണം എന്ന് വെച്ചാൽ ഈ ജാതികളുടെ വർണ്ണനമാണ്, അവരുടെ റൈറ്റ്സിൻ്റെ വർണ്ണനമാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ വർണ്ണനത്തിൻ്റെ ആവശ്യമില്ല. ഇല്ലാത്തതിനെക്കുറിച്ച് എന്തിനാണ് വർണ്ണിക്കുന്നത്? അതുകൊണ്ട് വർണ്ണമില്ല. അപ്പോൾ ഗുരു ജാതിയും വർണ്ണത്തിനെ എടുത്ത് കളയുന്നു. അംബേദ്കർ ഇതിനെ അനൈഹിലേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഈ സ്ട്രക്ചർ ഒരു സൊസൈറ്റി അല്ല എന്ന് പറയുന്നു. അംബേദ്കർ പറയുന്നു ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റിയാണ്, ആ സൊസൈറ്റിയിലേക്ക് നമ്മൾ റിസ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നു.
അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ ടോട്ടലി റിവേഴ്സ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം വ്യക്തിക്ക് എല്ലാ റൈറ്റ്സും കൊടുക്കുന്നു, എല്ലാ വ്യക്തികൾക്കും. അതാണ് ഇത് ഇൻവേർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ വ്യക്തികൾക്ക് റൈറ്റ്സ് കൊടുക്കുന്നു. ഈ വർണ്ണ സിസ്റ്റം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്കും റൈറ്റ്സ് ഇല്ല. ഈവൻ നമ്പർ 1 സ്ലേവറിയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ സ്ലേവറിയിൽ വെള്ളക്കാർക്കും വ്യക്തിപരമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, സ്ലേവ്സിനില്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ ബ്രാഹ്മിൻസിന് പോലും വ്യക്തിപരമായിട്ടുള്ള റൈറ്റ്സ് ഇല്ല, ആർക്കും ഇല്ല. ഒരു നമ്പൂതിരി പെൺകുട്ടിയെ ഇല്ലത്തിൻ്റെ പുറത്താക്കി കഴിഞ്ഞാൽ ആ കുട്ടി അതോടുകൂടി ഈ ആരുമല്ല. യു ക്യാൻ ഓൺലി ബി റെക്കഗ്നൈസ്ഡ് ആസ് എ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ്. യു ഹാവ് നോ റെക്കഗ്നേഷൻ ആസ് എ ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് വർണ്ണ സിസ്റ്റം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് കൊടുക്കുന്നു, വ്യക്തിക്ക് എല്ലാ റൈറ്റ്സും കൊടുക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ ബേസിസ് തന്നെ ഫ്രീഡം ഓഫ് അസോസിയേഷനിൽ നിന്ന് വരുന്നു, അല്ലാതെ ട്രഡീഷനിൽ നിന്നും വേദങ്ങളിൽ നിന്നും റിലീജിയസ് ബുക്സിൽ നിന്നും അല്ല. ഫ്രീഡം ഓഫ് അസോസിയേഷനിൽ നിന്ന് വരുന്നു, ഫ്രീഡം ഓഫ് റിലിജനിൽ നിന്ന് വരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ദ ബേസിസ് ഓഫ് ഓൾ ഗ്രൂപ്പ്സ്. അതിൻ്റെ പുറത്ത് നിന്നും ഒരു ഗ്രൂപ്പിനും ഒരു ലീഗാലിറ്റി നമുക്ക് സ്റ്റേറ്റിന് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കില്ല. ഇറ്റ് ഹാസ് ടു കം വിതിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഗ്രൂപ്പ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. മോർ ഇമ്പോർട്ടൻ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 1, 2, 3, 4 ഗ്രൂപ്പ് റൈറ്റ്സ് എടുത്തു കളയുന്നു. ഈ 1, 2, 3, 4 ഒരു ഗ്രൂപ്പ് റൈറ്റ്സും കൊടുക്കുന്നില്ല. ഈ 5 എന്നുള്ള കാറ്റഗറി കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിലും 5-ൽ പെട്ട ആൾക്കാർക്ക് ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. SC, ST, OBC എന്ന് പറഞ്ഞ് 5-ൽ പെട്ട കാറ്റഗറിക്ക് ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നു. ഇപ്പോൾ വർണ്ണ സിസ്റ്റത്തിൽ റൈറ്റ്സ് ഉള്ള ഗ്രൂപ്പ്സാണ് ടോപ്പ് ഗ്രൂപ്പ്സ്, റൈറ്റ്സ് ഇല്ലാത്ത ഗ്രൂപ്പ് ബോട്ടം ഗ്രൂപ്പാണ്. ഇതിനെ നേരെ ഇൻവേർട്ട് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ SC എന്ന് പറയുന്നത് മുമ്പ് ഈ വർണ്ണ സിസ്റ്റത്തിൽ ബ്രാഹ്മിൻസിന് ഉണ്ടായിരുന്ന അതേ സ്റ്റേറ്റസാണ് SC, STക്ക് ഉള്ളത്. ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ള ഗ്രൂപ്പ് അതാണ്. SC സ്റ്റേറ്റസിനെ പ്രിസർവ് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യുന്നുള്ളത് വളരെ വലിയൊരു സിഗ്നിഫിക്കൻസ് ആണ്. അതിലൂടെ നമ്മൾ ഈ വർണ്ണ സിസ്റ്റത്തിനെ ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യാണ്, ഇൻവേർട്ട് ചെയ്യാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിവിജ്വൽ റൈറ്റ്സ് കൊടുക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് റൈറ്റ്സിനെ എടുത്തു കളയുന്നു. ആൻഡ് ഈ കാറ്റഗറി 5ക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, സോ ദാറ്റ് യു ക്യാൻ ബി റിസ്റ്റോർഡ് ടു ഫുൾ റൈറ്റ്. അങ്ങനെ പറയുമ്പോൾ ആരാണ് മൈനോറിറ്റി? നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2 മൈനോറിറ്റീസായിട്ട് സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി റെക്കഗ്നൈസ് ചെയ്തിരുന്നത് മുസ്ലിംസ് ആൻഡ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സാണ്. എന്തുകൊണ്ട്? വിമൻ, ട്രാൻസ്ജെൻഡർ, ഇവരൊക്കെ മൈനോറിറ്റീസാണ്. എന്തുകൊണ്ട്? മൈനോറിറ്റി മീൻസ് ഒരു ഫുൾ റേഞ്ച് ഓഫ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, പെർമിറ്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ് മൈനോറിറ്റി. എത്ര ചെറുതായാലും ഫുൾ റേഞ്ച് ഓഫ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് dominant group. They can never be a minority. But as a group, if you are not allowed to enjoy the full range of social, economic and political rights, then you are a minority. Because ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു, ഒരു റൈറ്റ് തരുന്നു. ആ റൈറ്റ് എൻജോയ് എല്ലാവർക്കും ഈക്വലി എൻജോയ് ചെയ്യേണ്ട റൈറ്റ്സാണ്. ജെൻഡറും റിലിജനും കാസ്റ്റും ഒന്നും നോക്കാതെ എല്ലാവർക്കും എൻജോയ് ചെയ്യണം. അത് അപ്പോൾ സൊസൈറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ വലിയൊരു ബാറ്റിൽ നടക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ തരുന്നു, റൈറ്റ്സ് തരുന്നു. അതേ സൊസൈറ്റി അതിനെ ന്യൂട്രലൈസ് ചെയ്യാണ്. സൊസൈറ്റി ജുഡീഷ്യൽ പൊസിഷൻസ് എടുക്കുന്നു, എക്സിക്യൂട്ടീവ് പൊസിഷൻസ് എടുക്കുന്നു, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ പൊസിഷൻസ് എടുക്കുന്നു, ഇലക്ഷൻസ് നിൽക്കുന്നു, ജയിക്കുന്നു. എന്നിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെയൊക്കെ ഇല്ലാതാക്കുകയാണ്. അതാണ് റിയാലിറ്റി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഓളിഗാർക്കിയിൽപ്പെട്ട 2%, 2.5%-ൽപ്പെട്ട ആൾക്കാരാണ് ഈ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അതിലേക്ക് ഞാൻ വരുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജസ് ആയിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ചെറിയ ഓളിഗാർക്കിയിൽപ്പെട്ടവരാണ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ സുപ്രീം കോടതിയുടെ റെവല്യൂഷണറി ഇൻറ്റൻറ്റിനെ അല്ല, ഈ ഓളിഗാർക്കീസ് വ്യൂ ആണ്. അത് ആക്ച്വലി അക്രോസ് 75 ഇയേഴ്സ് ഓളിഗാർക്കിയുടെ, ഞാൻ ഒരു വ്യക്തിപരമായിട്ടൊരു ജഡ്ജിനെ പറയുകയല്ല, പല എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആസ് എ ഗ്രൂപ്പ് ഓവർ 75 ഇയേഴ്സ് ഒരേ ഗ്രൂപ്പിൽ നിന്ന്, ഈ 3-4 കമ്മ്യൂണിറ്റീസിൽ നിന്ന് മാത്രം ജഡ്ജസ് വരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ അത് പല ജഡ്ജസും നാഷണലി ഇൻ്റർനാഷണലി അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഒരു ജഡ്ജ് ഒരു വ്യക്തിയാണ്.
നമ്മളെല്ലാവരും നമ്മൾ വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ ദൃഷ്ടിയും സങ്കല്പവും ഒക്കെ വരുന്നത്. അപ്പോൾ അവർ ഒരേ ഗ്രൂപ്പിൽ നിന്ന് ഇവർ വരുമ്പോൾ ഇവർ മോസ്റ്റ്ലി ദേ ആർ മെയിൽ, ദേ ആർ ഓൾഡ്, ദേ ആർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി, ദേ ആർ കൺസർവേറ്റീവ്, ദേ ആർ ട്രഡീഷണലിസ്റ്റ്. ഈ ഒരു ബഞ്ച് ഓഫ് ഓൾഡ് മെൻ അവരുടെ വ്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു റെപ്രസെൻറ്റേഷൻ ഇല്ല, ഒരു വെറൈറ്റി ഇല്ല, സ്ത്രീകളില്ല, ഈ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഇല്ല. ഇവരുടെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെവല്യൂഷണറി ഇൻറ്റൻറ്റ് മനസ്സിലാക്കി നമ്മൾ ഇത് വി മസ്റ്റ് ബി അവെയർ ദറ്റ് when this kind of Supreme Court speaks, they do not speak for the revolutionary intent of the Constitution. They reflect the views of the oligarchy. എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാറ്റണമെങ്കിൽ we need a representative judiciary that will reflect the views of everyone. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് മാത്രമല്ല. ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് മാത്രമല്ല, ഈ ഇൻവേർഷൻ മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ പല പ്രൊവിഷൻസും 25 വളരെ പവർഫുൾ വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 13 വോയിഡ്സ് ഓൾ കസ്റ്റംസ് ആൻഡ് യൂസേജസ് ദാറ്റ് വയലേറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വളരെ പവർഫുൾ പ്രൊവിഷനാണ്. അത് ജുഡീഷ്യറി ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. നമ്മുടെ ശബരിമല കേസിൽ അത് അപ്ലൈ ചെയ്യുന്നില്ല, നമ്മൾ വാദിച്ചിട്ടും അപ്ലൈ ചെയ്യുന്നില്ല. Number, you cannot have a tradition, continue a tradition which violates fundamental rights. Judiciary will not apply it. Why? Because they are reflecting the views of the oligarchy, not the views of the constitution or the views of the people. അതുപോലെ ആർട്ടിക്കിൾ 21(1)(b) സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോമിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പവർ കൊടുക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നടക്കാൻ ആരും സമ്മതിക്കുന്നില്ല. 26 ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഡിസ്ക്രിമിനേഷൻ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, റിസർവേഷൻ, ഇതിൻ്റെ ഒരു വെപ്പൺ ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ ആണ് റിസർവേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. വെപ്പൺ ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ. ആർട്ടിക്കിൾ റിസർവേഷൻ ഇൻ ലോക്സഭ, ഇതെല്ലാം ഒരുപാട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് ഓൺ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻസ്, ഒരുപാട്. പിന്നെ കോർ ഡെമോക്രാറ്റിക് നോംസ്, ഇഗാലിറ്റേറിയൻ, ആൻറ്റി വർണ വാല്യൂസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി, ഇതൊക്കെ ടോട്ടലി ഒപ്പോസ് ടു വർണ വാല്യൂസാണ്. അതിൽ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല, ലിബർട്ടിയിൽ വിശ്വസിക്കുന്നില്ല, ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ യൂണിവേഴ്സൽ വാല്യൂസാണ്, പാശ്ചാത്യ വാല്യൂസ് ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാഭിമാനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വാല്യൂസ് എല്ലാം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ക്ലിയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ട് ഹാസ് ദ സുപ്രീം കോർട്ട് ഡൺ? അപ്പോൾ എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാം. ആദ്യം ഈ ജാതി എന്നുള്ള, വർണ്ണ ആൻഡ് ജാതി എന്നുള്ള കാസ്റ്റ് ഒരുപാട് ഇവർ മിക്സപ്പ് ചെയ്ത്, ഒരു കൺഫ്യൂസ് ചെയ്ത് പറയുന്നു ജഡ്ജ്മെൻറ്റ്സിൽ. ഇപ്പോൾ ഉദാഹരണത്തിൽ 1965 ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയാൽ, the claim of a concubine woman is from a Supreme Court judgment who was a respectable woman of the Brahmin caste എന്ന് പറയുന്നു. ഇപ്പോൾ ബ്രാഹ്മിനെ കാസ്റ്റ് ആക്കി. And her illegitimate sons for maintenance was allowed in Hargovind Kuwari and Dharam Singh, and goes on in the same context also to describe Swairini as a woman who abandons her own husband and goes to another man of her own varna out of love for him. അപ്പോൾ കാസ്റ്റും വർണ്ണയും തമ്മിൽ മിക്സ് ചെയ്യാണ്. വാസ്തവത്തിൽ എന്താണ് കാസ്റ്റ്, എന്താണ് വർണ്ണ, എന്താണ് ജാതി, ഒരു ക്ലൂ ഇല്ല. മനഃപൂർവ്വമാണ്, കഴിവില്ലാത്തതുകൊണ്ടല്ല. ഇത് മനഃപൂർവ്വം ഈ ടേംസിനൊക്കെ ഇട്ട് കുഴയ്ക്കുകയാണ്, ഒരു അവിയലാക്കുകയാണ്. അപ്പോൾ പിന്നെ ഓവർ കുക്ക് ചെയ്ത് അവിയലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏത് വെജിറ്റബിൾ എവിടെ ഏത് വെജിറ്റബിൾ അവസാനിക്കുന്നു, എവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് ഒരു പിടിയില്ലല്ലോ. അതുപോലെയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഫേസ് 2 ആയപ്പോഴത്തേക്ക് സുപ്രീം കോടതി മാറി, വർണ്ണയെ പ്രേസ് ചെയ്യാൻ തുടങ്ങി, ജാതി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സുപ്രീം കോർട്ടിൻ്റെ കണ്ണിൽ ഈ താഴെ പറയുന്നതാണ് ജാതികൾ, ഈ മുകളിൽ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രോസ് ഔട്ട് ചെയ്താണ് വർണ്ണങ്ങൾ. വർണ്ണം ഈസ് ലോഡബിൾ എന്ന് സുപ്രീം കോടതി പറയുന്നു, ലോഡബിൾ. പക്ഷേ ജാതി, അപ്പം നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റാണ്, നമുക്ക് കാസ്റ്റ് ഇല്ല, നമ്മൾ ഔട്ട് കാസ്റ്റാണ്, ഔട്ട് ഓഫ് കാസ്റ്റാണ്, നമുക്ക് ജാതി ഇല്ല എന്ന് വെച്ചാൽ ഈ ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ ജാതിയുള്ളൂ. നമുക്ക് ജാതിയില്ല, നമ്മൾ മനുഷ്യരല്ല, നമുക്ക് ജന്മരീതിയില്ല. അപ്പോൾ പെട്ടെന്ന് എന്തിനാണ് നമ്മളെ കാസ്റ്റ് എന്ന് പറയുന്നത്? ഇതെല്ലാം കാസ്റ്റുകളാണെന്ന് എന്തിനാണ് പറയുന്നത്? ഇതെല്ലാം ജാതികളാണെന്ന് എന്തിനാണ് പറയുന്നത്? അപ്പോൾ ഇത് ജാതിയാണ്, മോശമാണ്,
വർണ്ണം വളരെ നല്ലതാണ്, വർണ്ണം ജീർണിച്ച് കാസ്റ്റ് എന്നുള്ള സംഘപരിവാറിൻ്റെ നാരറ്റീവ് സുപ്രീം കോർട്ട് നാരറ്റീവിലേക്ക് വരികയാണ്. ഇതിൽ ബേസിക്കലി ഇത് ഒരു ഞാൻ ഇത് കട്ട് ഷോർട്ട് ചെയ്തിട്ട് നേരെ ഞാൻ ലേറ്റസ്റ്റ് ഇതിലേക്ക് പോകാം. ഈ ഓഗസ്റ്റ് 1 2024 ഓഗസ്റ്റ് 1 ഒരു 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെൻ്റ് എഴുതി. അതിൽ അവർ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഷ്വലൈസസ് എ കാസ്റ്റ്ലെസ് സൊസൈറ്റി ആൻഡ് എ യൂണിഫൈഡ് സൊസൈറ്റി. അതായത് ഈ സമുദായങ്ങളില്ലാത്ത സൊസൈറ്റി, അതാണ് അവർ കാസ്റ്റ്ലെസ് എന്ന് പറയുന്നത്. ആൻഡ് എ യൂണിഫൈഡ് സൊസൈറ്റി, യൂണിഫൈഡ് അറൗണ്ട് വർണ്ണ. But in the name of equality, to accord facility and privileges to depressed classes downtrodden, it is said we have continued with the so-called Manuvadi system of caste. I am not an expert on religious scriptures, nor do I claim. This Supreme Court judgment aanu, reeyadeyulla judgment aanu, that even any knowledge of any one of them, though I may have gone through Bhagavad Gita and Ramcharitmanas sometime, according to my limited understanding of the scriptures, especially the Gita, I am of the firm view, Supreme Court പറയുന്നു, that in primitive India there was no existence of any caste system. Rather, there was categorization of the people according to their profession, talent, qualities and nature. അതാണ് വർണ്ണ സിസ്റ്റം. അപ്പോൾ ആ വർണ്ണ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം അല്ല എന്നാണ് പറയുന്നത് സുപ്രീം കോടതി. This can very well be reflected by verse 13 of chapter 4 and verse 41 of chapter 18 of Bhagavad Gita. നമുക്ക് എല്ലാ ചാതുർവർണ്ണ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ അത് ഞാൻ പറയുന്നില്ല. ലോർഡ് കൃഷ്ണ സെസ്, ഇത് സുപ്രീം കോടതിയാണ് പറയുന്നത് ജഡ്ജ്മെൻറ്റിൽ, that I have categorized, Lord Krishna has categorized humans in 4 varnas according to their nature and characteristics. Gita only promotes varna system which is different from present day caste system. It lays emphasis on abilities, qualities and consciousness of a person to have a balanced structure of society and to bring out the best in every person. ഇതാണ് വർണ്ണ സിസ്റ്റം. അൺടച്ചബിലിറ്റി, ഈ കാറ്റഗറി 5 എല്ലാ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് റൈറ്റ്സും ഡിപ്രൈവ് ചെയ്ത വർണ്ണ സിസ്റ്റത്തിന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എവറി പേഴ്സൺ എന്നാണ് സുപ്രീം കോടതി പറയുകയാണ്. ദ 4 വർണ്ണാസ് ആർ ഇത് പറയുന്നു. പിന്നെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നു, സ്കന്ദപുരാണയെക്കുറിച്ച് പറയുന്നു. പിന്നെ 3rd paragraph, with the passage of time varna system deteriorated and the people started labeling these varnas on the basis of birth, ignoring the nature and characteristics of a person, which is exactly the opposite of what is preached in Gita. Varnas were given nomenclature of caste in a very loose manner. അപ്പോൾ ഇത് സംഘപരിവാറിൻ്റെ ഡയലോഗാണ്. വർണ്ണം ജീർണിച്ച് കാസ്റ്റ് ആകുന്നു എന്നുള്ളൊരു ഡയലോഗാണ്. In short, what is intended to convey, according to Gita, there is no caste system. And the Varna system referred to therein is quite distinct. It is not the caste system. Appo you are preserving the Varna system and saying that is not the caste system. We are against caste system. Based upon a person's nature, Guru നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? കാസ്റ്റും ജാതിയും അല്ല, വർണ്ണവും ജാതിയും ഒന്ന് തന്നെയാണ്. ഈ 4 ജാതി ഉള്ളതും അതിൻ്റെ വർണ്ണനമാണ് വർണ്ണ. അപ്പോൾ ഇതിനെ ഈ വർണ്ണനം പ്രിസർവ് ചെയ്താൽ യു ആർ പ്രിസർവിങ് ജാതി. അതർവൈസ് വർണ്ണത്തിന് സ്കോപ്പില്ല. ദസ് ദർ വാസ് നോ കാസ്റ്റ് സിസ്റ്റം ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ഭാരത്. The misconstruction of the Varna system as a caste system was a social defect that crept in with time and was not considered to be good as it divided society and brought about discrimination and inequality. So ഈ സമുദായങ്ങൾ ഇല്ലാതാക്കണം, വർണ്ണത്തിനെ പ്രിസർവ് ചെയ്യണം. നമ്മളെല്ലാവരും പ്രൊമോഷൻ തന്ന് ശൂദ്രാസ് ആക്കാം, അതാണ് പ്ലാൻ. ശൂദ്ര ബെസ്റ്റ്, യു ക്യാൻ ബി ദ ബെസ്റ്റ് ശൂദ്ര, ബെസ്റ്റ് സെർവൻറ്റ് to serve the other caste. ഇപ്പോൾ ഈ KC വസന്ത് കുമാറിലാണ് ഇത് പറയുന്നത്. if you find it lots of caste of person, there arose, there were many subcastes, some people of low. അത് ഞാനത് സമയം കളയുന്നില്ല. ഈ KC വസന്ത് കുമാറിലാണ് പറയുന്നത് വർണ്ണ ഇസ് എ ലോഡബിൾ സിസ്റ്റം എന്ന് സുപ്രീം കോടതി പറയുന്നു. അപ്പോൾ ആദ്യം സുപ്രീം കോടതി ചെയ്യുന്നത് എന്താണ്? ഈ വർണ്ണ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പ്രേസ് ചെയ്യുന്നു, അതിനെ പ്രിസർവ് ചെയ്യണം എന്ന് പറയുന്നു. പക്ഷേ കാസ്റ്റ്ലെസ് സൊസൈറ്റി വേണമെന്ന് പറയുന്നു. ആൻഡ് സോ യു ക്യാൻ സീ they are frustrating the constitutional objective and preserving the old social order. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത 1954 കോൺസ്റ്റിറ്റ്യൂഷന് 4 വർഷം പ്രായമുള്ളപ്പോൾ ജസ്റ്റിസ് BK മുഖർജി, ഒരു വളരെ വലിയ എക്സ്പേർട്ട് ഓൺ റിലീജിയസ് ലോ ആണ്, അദ്ദേഹം റിലിജിയനെ ഡിഫൈൻ ചെയ്യുന്നു. ഷിറൂർ മഠ്
വേഴ്സസ് കമ്മീഷണർ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ്സ് വേഴ്സസ് ശ്രീ ലക്ഷ്മീന്ദ്ര തീർത്ഥ സ്വാമിയർ ഓഫ് ശ്രീ ഷിറൂർ മഠ് എന്ന കേസിലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം റിലിജൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്താൽ അമേരിക്കയിൽ ഇന്ന് വരെ ഏകദേശം 240 വർഷമായിട്ട് റിലിജൻ എന്താണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലോസ് ഉണ്ട്, സ്റ്റേറ്റ് ഷാൽ നോട്ട് എസ്റ്റാബ്ലിഷ് റിലിജൻ. അപ്പോൾ റിലിജൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ യു ആർ ദെൻ ഡിസൈഡിങ് വാട്ട് ഈസ് റിലിജൻ ആൻഡ് വാട്ട് ഈസ് നോട്ട് റിലിജൻ. അപ്പോൾ യു ആർ എസ്റ്റാബ്ലിഷിങ് റിലിജൻ. യു കനോട്ട് ഡു ദാറ്റ്. പിന്നെ റിലീജിയസ് ക്ലെയിംസ് വരുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ റിലിജൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ റിലിജൻ എന്താണെന്ന് ബ്രോഡ്ലി അവർ പറയുന്നത് എന്താണ്, ഡിഫൈൻ ചെയ്യുന്നില്ല. അവർ പറയുന്നു ഇറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ. ഗുരു പറയുന്നു മതം അഭിപ്രായമാണ്. അതാണ് അമേരിക്കൻ സുപ്രീം കോർട്ടും പറയുന്നത്. ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഓൺ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ക്രിയേറ്റർ. സം പീപ്പിൾ മേ ഓർ മേ നോട്ട് ഹാവ്. അപ്പോൾ വളരെ ഇൻഡിവിജ്വലാണ്. ഇദ്ദേഹം എന്താണ് പറയുന്നത്, വാട്ട് ഈസ് എ മാറ്റർ ഓഫ് റിലിജൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നു റിലിജൻ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് ആണ്, റിച്വൽസ് ആൻഡ് ബിലീഫ്സ് ആണ്. അപ്പോൾ ഈ റിച്വൽസ് വരുമ്പോൾ ആരാണ് റിച്വൽസ് ചെയ്യുന്നത്? പ്രീസ്റ്റ് ആണ്. ആൻഡ് സോ പ്രീസ്റ്റ് ഇല്ലാതെ യു കനോട്ട് ഹാവ് റിലിജൻ. or someone who with authority to define what is the right belief and the right religion, ആ ഗ്രൂപ്പ് ഇല്ലാതെ യു കനോട്ട് ഹാവ് റിലിജൻ. എന്താണ് ഈ വർണ്ണാശ്രമത്തിൽ നമ്പർ 1 കാറ്റഗറി? ദ മെയിൻ പവർ. ദേ ഡിസൈഡ് വാട്ട് ഈസ് റിലിജൻ, ദേ ഡിസൈഡ് വാട്ട് ഈസ് ഗോഡ്, ദേ ഡിസൈഡ് ഓൺ വാട്ട് ഈസ് സൊസൈറ്റി. അപ്പോൾ അത് അവരുടെ ആക്ടിവിറ്റിയെ റിലിജനകത്ത് കൊണ്ടുവരണമെങ്കിൽ ഗുരു പറയുന്ന, അമേരിക്കൻ സുപ്രീം കോർട്ട് പറയുന്ന റിലിജൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണെന്ന് ലീഗലി അമേരിക്കൻ സുപ്രീം കോർട്ട് പറയുന്നു. ഇന്ത്യൻ സുപ്രീം കോർട്ട് അത് പറയില്ല. ഇന്ത്യൻ സുപ്രീം കോർട്ട് പറയുന്നു ഇത് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ആ പ്രാക്ടീസസ് എന്താണ്? അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്താണെന്ന് പ്രീസ്റ്റിന് മാത്രമേ പറയാൻ ഒക്കുള്ളൂ. അപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? തന്ത്രി പറയുന്നു മലയാള ബ്രാഹ്മണൻ അല്ലാതെ ആരും ഇവിടെ പൂജാരി ആകാൻ പാടില്ല. അപ്പോൾ ഈ 2023 പോലും തന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ, ഇക്വാളിറ്റി എവിടെ, എല്ലാം പോയി. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതല്ല, ഇക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ തന്ത്രിയുടെ വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരാണ്? കോടതിയാണ്. എന്തുകൊണ്ട്? ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്യേണ്ട അതോറിറ്റി ആര് കൊടുത്തു? തന്ത്രിക്കും പ്രീസ്റ്റിനും. സുപ്രീം കോടതി കൊടുത്തു. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല കൊടുത്തത്, സുപ്രീം കോടതി കൊടുത്തു. എന്തിന്? ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ജഡ്ജസാണ് അത് കൊടുക്കുന്നത്, അല്ലാതെ ബാബാ സാഹേബ് അംബേദ്കർ അല്ല കൊടുക്കുന്നത്. അങ്ങനെ റിലിജനെ ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ സമയം കുറവായതുകൊണ്ട് ഇതിൻ്റെ ഒരു കൗണ്ടർ വ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഗുരുവിൻ്റെ കൗണ്ടർ വ്യൂ. മതം എന്ന് വെച്ചാൽ അഭിപ്രായം. അപ്പോൾ ഗുരുവിൻ്റെ അപ്രോച്ചും ഇൻഡിവിജ്വലിനെ എംഫസൈസ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറൈസേഷൻ സിസ്റ്റത്തിന്, ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഓൾ റൈറ്റ്സ് ആർ ഓൺലി ഗ്രൂപ്പ് റൈറ്റ്സ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇല്ല. അപ്പം അതിനെതിരെ ഗുരു പറയുന്നു അറിവല്ലാതെ മറ്റൊന്നുമില്ല ഈ ലോകത്ത്. അറിവ് വ്യക്തിയുടെ അറിവാണ്. മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണ്. അപ്പോൾ ഗുരു ഇൻഡിവിജ്വലിസത്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എഗൻസ്റ്റ്. ഗുരുവിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇൻഡിവിജ്വലിസത്തിനെ തകർക്കുകയാണ് ഈ വർണ്ണ സിസ്റ്റം. ഗ്രൂപ്പ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ എതിരെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ആണ് ഗുരു എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അടുത്തത് ഹിന്ദുവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ടു കാസ്റ്റിൻ്റെ ഡെഫിനിഷൻ. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്ന കാസ്റ്റ് എന്ന് വെച്ചാൽ വർണ്ണ കാസ്റ്റ് അല്ല, ഈ സമുദായങ്ങളാണ് കാസ്റ്റ്, വർണ്ണ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. രണ്ടാമത് റിലിജൻ എന്താണ്? റിലിജൻ വ്യക്തിയുടെ അഭിപ്രായമല്ല. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇപ്പം നമ്മൾ കാണും. റിലിജൻ ഈ പ്രീസ്റ്റ്ഹുഡ് പറയുന്നതാണ് റിലിജൻ എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് ഈ ശാസ്ത്രി യജ്ഞ പുരുഷ്ജി വേഴ്സസ് മൂൽദാസ് ബുധർദാസ് എന്ന ജഡ്ജ്മെൻറ്റിൽ 14 ജാനുവരി 1966 മറ്റൊരു വെരി റെസ്പെക്റ്റഡ് ചീഫ് ജസ്റ്റിസ് റൈറ്റ്സ് എ ജഡ്ജ്മെൻറ്റ്. ആൻഡ് അദ്ദേഹം ഗജേന്ദ്ര ഗഡ്കർ, അദ്ദേഹം അതിൻ്റെ കുറേ ഡിസ്കഷനുണ്ട്, രാധാകൃഷ്ണൻ ആൻഡ് ഓൾ ദിസ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതാണ് ഡെഫിനിഷൻ, സുപ്രീം കോർട്ട് ഡെഫിനിഷൻ ഓഫ് ഹൂസ് എ ഹിന്ദു. അപ്പോൾ ഇതിനു മുമ്പ് സെൻസസ് വന്നപ്പോൾ ബ്രിട്ടീഷ് സമയം മുതൽ നമ്മുടെ സെക്ഷൻസിലുള്ള കുറച്ച് ആൾക്കാരെല്ലാം ഹിന്ദു ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി.
51 സെൻസസ് വന്നപ്പോൾ ഈ 6 ഓർഗനൈസ്ഡ് റിലീജിയനിൽ പെടാത്ത എല്ലാവരും ഹിന്ദുസാണെന്ന് പറഞ്ഞു, റെസിജ്വൽ കാറ്റഗറി ആയിട്ട് സെൻസസിലിട്ടു. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെ ഹിന്ദുവായി? എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഹിന്ദുവാണെന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ ഹിന്ദുവായി? അത് സെൻസസ് ആദ്യം എന്നെ ഹിന്ദുവാണെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞു അത് വെറും ഒരു റെസിജ്വൽ കാറ്റഗറിയാണ്, ഒരു റിലിജൻ അല്ല, വേ ഓഫ് ലൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാറ്റഗറിയിലിട്ടു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ 66 ആയപ്പോഴത്തേക്ക് ഞാനറിയാതെ, അന്ന് 13 വയസ്സുള്ള ഞാനറിയാതെ, എന്നോട് ചോദിക്കാതെ സുപ്രീം കോടതി പറയാണ് ആരാണ് ഹിന്ദു എന്ന് പറയാണ്. എന്താണ്, ആരാണ് ഹിന്ദു? ഹിന്ദു ഇസ് വൺ ഹു ഹാസ് റെവറൻസ് ഫോർ ദ പാസ്റ്റ്. നമ്മളൊക്കെ അടിമകളായിരുന്ന ആ പാസ്റ്റിനോട് നമുക്ക് റെവറൻസ് ഉണ്ട് പോലും. അതാണ് ഹിന്ദു. ആൻഡ് അക്സെപ്റ്റ്സ് ദ വേദ ആസ് ദ സോൾ ഫൗണ്ടേഷൻ ഓഫ് ഹിസ് ഫിലോസഫി. Sole foundation of his philosophy. Accepts the Veda as the highest authority in religious and philosophical matters. Believes in rebirth and pre-existence. Believes that the ultimate goal of humanity is the release and freedom from unceasing cycle of birth and rebirth. Moksha or nirvana, which is the ultimate aim of Hindu religion and philosophy, represents a state of absolute absorption and assimilation of the individual soul within the infinite. Accepts the great world rhythm, periods of creation, maintenance and dissolution. Brahma, Vishnu, Shiva follow each other in endless succession. Accepts Bal Gangadhar Tilak's definition of Hinduism as Bal Gangadhar Tilakinte definition of Hinduism Supreme Court judgment accept cheyanu. And says acceptance of the Vedas with reverence, recognition of fact that the means of ways to salvation are diverse, and realization of the truth that number of gods to be worshipped is large. അപ്പോൾ ഇവർ ബ്രാഹ്മിൻസ് ഒറിജിനലി ആർ നോട്ട് സപ്പോസ് ടു ഡു ഐഡൽ വർഷിപ്പ്. അത് മോണിയർ വില്യംസും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ പറയുന്നു. വേദസ് എന്ന് വെച്ചാൽ ഒരു ഹോമങ്ങൾ, ഈ അഗ്നി, വായു, ഇതിനൊക്കെ മാത്രം അവർ വർഷിപ്പ് ചെയ്യും, ഹോമങ്ങൾ ചെയ്യും, പക്ഷേ ഐഡൽ വർഷിപ്പ് അവർ ചെയ്യില്ല. പിന്നെ അതിൽ ഫിലോസഫി വരുന്നു, ബ്രാഹ്മണിസം എന്ന് പറഞ്ഞു, വേദാന്ത വരുന്നു. മൂന്നാമത്തെ സ്റ്റേജാണ് മോണിയർ വില്യംസ് പറയുന്നത് ഹിന്ദുയിസം, വിച്ച് ഗുരു പറയുന്നത് പോലെ മോണിയർ വില്യംസ് ഓൾസോ സേസ് ഹിന്ദുയിസം ഇസ് നോട്ട് എ റിലിജൻ. ഇറ്റ് ഈസ് എൻ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ വേദിസം, ബ്രാഹ്മണിസം ആൻഡ് ദി നമ്മളൊക്കെ ഈ ബാക്കിയുള്ള റിലിജൻസ് പേഗൻ റിലിജൻസ് ആണ് ആക്ച്വലി, PAGAN. പേഗൻ മീൻസ് വൺ ഹു ഇസ് നോട്ട് പാർട്ട് ഓഫ് ഓർഗനൈസ്ഡ് റിലിജൻ. നമുക്ക് ആധ്യാത്മിക സ്വാതന്ത്ര്യമുണ്ട്. വി ക്യാൻ ബിലീവ് എനിത്തിങ് വി വോണ്ട്, മൾട്ടിപ്പിൾ തിങ്സ്, നത്തിങ്, എന്ത് വേണം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് പേഗൻ. അപ്പോൾ നമ്മൾ പേഗൻസാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? നമ്മളെ ഇതിൽ നിന്ന് മാറ്റി ഈ ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹിന്ദു ആണെന്ന് പറയുമ്പോൾ വേ ഓഫ് ലൈഫാണ്, റെസിജ്വൽ കാറ്റഗറി ആണെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ആരും അറിയാതെ 66 ഈ ഡെഫിനേഷൻ തരുന്നു. ഹിന്ദു എന്ന് വെച്ചാൽ വേദങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ വേദങ്ങളിലെ അൾട്ടിമേറ്റ് അതോറിറ്റി ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് വേദങ്ങളിൽ എന്ത് പറയുന്നു എന്ന് ഓൺലി അതോറിറ്റി ആരാണ്? ബ്രാഹ്മണരാണ്. നമ്മൾ വായിക്കാൻ പോലും പാടില്ല. അപ്പോൾ ഈ ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ബ്രാഹ്മണരുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയാണ്. നമുക്ക് വായിക്കാൻ പാടില്ല വേദം, പക്ഷേ വേദമാണ് നമ്മളുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വായിക്കാനും വ്യാഖ്യാനിക്കാനും അധികാരമുള്ള ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ ഈ 1, 2, 3, 4 നമ്പർ 1. ഞാനിപ്പോൾ അവരുടെ പേരുകൾ പറയില്ല, 1, 2, 3, 4, 5 എന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ അത് പറയേണ്ട എന്തിനാണ് അവർക്ക് ഇപ്പോൾ പേരൊക്കെ കൊടുക്കുന്നത്? ആ സമുദായത്തിൽ ഒരു നമ്പൂതിരി സമുദായമുണ്ട്, അല്ലെങ്കിൽ ഒരു അയ്യർ സമുദായം ഉണ്ടെങ്കിൽ അവർ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് അധികാരം? ഒന്നുമില്ല. ദേ ആർ ജസ്റ്റ് എൻ ഓർഡിനറി കമ്മ്യൂണിറ്റി. ഈ കാറ്റഗറീസിൽ നിന്നാണ് അവരുടെ പവർ വരുന്നത്. ഞങ്ങൾ ബ്രാഹ്മിൻസാണ്, ക്ഷത്രിയാസാണ്. അപ്പോൾ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. മാക്സിമം 1, 2, 3, 4, 5 എന്നേ പറയാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാൻ പാടില്ല. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യരുത്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്. ഈ 1, 2, 3, 4, 5നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ സമുദായങ്ങളെ ശക്തിപ്പെടുത്തണം. അതാണ് ഗുരുവും അംബേദ്കറും എല്ലാവരും പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞു ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അത് എത്നിക് കമ്മ്യൂണിറ്റീസ് ആകാം, റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആകാം, ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് ആകാം, റെസിഡൻസ് അസോസിയേഷൻ ആകാം, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആകാം, ഓൾ കമ്മ്യൂണിറ്റീസ്. നമ്മൾ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസിൻ്റെ മെമ്പേഴ്സാണ്. കമ്മ്യൂണിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യും. ദാറ്റ് ഇസ് ദ റൂട്ട് ഓഫ് ഡെമോക്രസി. പീപ്പിൾ കമ്മിങ് ടുഗെദർ, വർക്കിംഗ് ടുഗെദർ വിതിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും ഇവിടെ ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ വാസ്തവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ബേസിക്കലി ബ്രാഹ്മണ ആധിപത്യത്തിൽ. വി ആർ സബ്മിറ്റിംഗ് ടു ദി സോൾ അതോറിറ്റി ഓഫ് ദ ബ്രാഹ്മൺ ഇഫ് യു സേ ഐ എം എ ഹിന്ദു. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, അതിവിടെ പറഞ്ഞിട്ടില്ല. ഹിന്ദു എന്നുള്ള വാക്ക് റിലീജിയസ് വാക്കായിട്ട് ഇമേർജ് ചെയ്യുന്നത് 11th century ഇവിടെ മുസ്ലിംസിൻ്റെ വരവ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ ഈ മുസ്ലിം ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസിൻ്റെ എതിരെ ഒരു മൊബിലൈസേഷൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോർ നോ അഡീഷണൽ ചാർജ്, എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട, നമുക്ക് ഇസ്ലാമോഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും ഓട്ടോമാറ്റിക്കലി കിട്ടും. നമ്മൾ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ അനുഗ്രഹം കിട്ടും, ഇസ്ലാമോഫോബിയയും ഈ ക്രിസ്ത്യൻ ഫോബിയയും കൂടെ നമുക്ക് കിട്ടും. ആ ഒരു വാക്ക് അക്സെപ്റ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. ഇത് 12 ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ, അത് ആര്യൻ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഗുരുവല്ല. പക്ഷേ ഗുരു പറയുന്നു 12 മതങ്ങളുടെ പൊതുപ്പേരാണ്, അല്ലാതെ ഇത് മതമല്ല. നിങ്ങൾക്ക് മറ്റൊരു പൊതുപ്പേര് ഉപയോഗിച്ചൂടെ? മാനവധർമ്മം എന്നുള്ള പൊതുപ്പേര് ഉപയോഗിച്ചൂടെ? മാനവധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓപ്പണായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്, അല്ലെങ്കിൽ ആധ്യാത്മിക ഇല്ലായ്മ. നമ്മൾ ആധ്യാത്മികതയെക്കുറിച്ച് ഒരു അഭിപ്രായം മാനവധർമ്മം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓപ്പണായിട്ടുള്ള ഒരു പൊതുപ്പേരാണ്. അതിൽ ഓർഗനൈസ്ഡ് റിലിജൻസിൽ പെടുന്ന ആൾക്കാരും വരാം, ആർക്കും വരാം. ഗുരു പറയുന്നത് അപരത്വം ഉണ്ടാക്കുന്ന ഒരു പൊതുപ്പേര് നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ അപരത്വം ഉണ്ടായി, അപരത്വമില്ലാത്ത പൊതുപ്പേര് ഉപയോഗിക്കണം എന്നാണ് ഗുരു പറയുന്നത്. ഇവിടെ സമാധാനവും സാഹോദര്യവും വേണമെങ്കിൽ ഈ രാജ്യത്ത് അപരത്വം ഉണ്ടാക്കുന്ന പൊതുപ്പേര് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് ഗുരു പറയുന്നു. ജനാധിപത്യത്തിനെ നിഷേധിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ അവകാശങ്ങളെ നിഷേധിക്കുന്ന പൊതുപ്പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. നമുക്ക് സമത്വം കിട്ടാത്ത, നമ്മൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആക്കുന്ന ഒരു പൊതുപ്പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത് എന്നാണ് ഗുരു പറയുന്നത്. അതിൽ ആ ഒരു വലിയൊരു സോഷ്യൽ സ്ട്രഗിളിൽ സുപ്രീം കോടതി ഏത് സൈഡ് എടുക്കുന്നു എന്ന് ഈ വളരെ ബ്രീഫ്ലി ഒരുപാട് മെറ്റീരിയൽ, ഞാൻ ഒരു 90 പേജ് പേപ്പറാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾ നൈറ്റ് ഇവിടെ ഇരിക്കേണ്ടി വരും. പിന്നെ ഇതല്ലാതെ ഒരു കാര്യം കൂടെ സുപ്രീം കോടതി ചെയ്യുന്നു, അതോടുകൂടി ഞാൻ നിർത്താം, എന്നിട്ട് നമുക്കൊരു ഡിസ്കഷൻ നടത്താം. അവർ റിസർവേഷൻ ഇല്ലാതാക്കുന്നു. റിസർവേഷൻ വെച്ചാൽ ടൂൾ ഫോർ റെപ്രസെൻറ്റേഷനാണ്, പ്രാതിനിധ്യത്തിൻ്റെ ഉപകരണം മാത്രമാണ് റിസർവേഷൻ. എന്തുകൊണ്ട് പ്രാതിനിധ്യം വേണം എന്ന് വെച്ചാൽ പ്രശ്നം ഇവിടെ ഡോക്ടർ അംബേദ്കറാണിത്. ഡോക്ടർ അംബേദ്കറിൻ്റെ ദീർഘദൃഷ്ടിയാണ്. അദ്ദേഹം പറയുന്നു ഇത് ഇവിടെ ഭരിക്കാൻ പോകുന്ന ഒരു ഓളിഗാർക്കിയാണ്. ഓളിഗാർക്കിയ ഭരണം അവസാനിക്കണമെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം കൊടുക്കണം, എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ഭരിക്കണം. ഈ ഓളിഗാർക്കിക്കും പ്രാതിനിധ്യം വേണം, നമ്മൾ ആരുടെ എതിരല്ല. പവർ ഷെയറിങ് വേണം. ഒരു ഇത്രയും വൈവിധ്യമുള്ളൊരു രാജ്യത്ത് എല്ലാവർക്കും പവർ ഷെയറിങ് വേണം. ചില ആൾക്കാർ ഡോക്ടർ അംബേദ്കർ പറയുന്ന പോലെ ഭരണവർഗങ്ങളും മറ്റുള്ളവർ വെറും മൃഗങ്ങളുമായി ജീവിക്കുന്ന ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസായിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ആ റിസർവേഷൻ അതിനൊരു ടൂളാണ്. അതിൻ്റെ എതിരെ റിസർവേഷന് റൈറ്റ് ഇല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. റിസർവേഷന് ഇക്വാളിറ്റി എന്നൊരു സങ്കല്പം ഇല്ലയെന്ന് സുപ്രീം കോടതി പറയുന്നു. ഈക്വാളിറ്റി നമുക്ക് നേടാൻ കഴിയില്ല, ബിക്കോസ് ഇക്വാളിറ്റി എന്നൊരു സങ്കല്പം ഇല്ലയെന്ന് ചില ജഡ്ജ്മെൻറ്റ്സ് റിജക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവർ വലിയൊരു ഡിസ്റ്റോർഷൻ ചെയ്തത് ഡോക്ടർ അംബേദ്കർ റിസർവേഷൻ വേണമെന്ന് പറഞ്ഞത് പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ അതിന് പകരം അതിൻ്റെ പേർപ്പസ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, വികസനമാണെന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതോടുകൂടിയാണ് ക്രീമി ലെയറും ഇതൊക്കെ കൊണ്ടുവന്ന് അതിനെ പുറത്താക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റ് അല്ല ക്ലാസ്സിനാണ് റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ആക്കി മാറ്റുന്നത്. കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജാതി, ഈ സമുദായങ്ങൾക്ക് കിട്ടരുത്. വർണ്ണം കാസ്റ്റ് അല്ല, ബാക്കി ജാതിയെ ഇല്ലാതാക്കണം എന്ന് പറയുന്നു. ക്രീമി ലെയർ ഒഴിവാക്കുന്നു, 50% ലിമിറ്റ് കൊണ്ടുവരുന്നു. ഇതുപോലെ ഒരു 10 റിസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് റിസർവേഷനെ ഇല്ലാതാക്കുന്നു. ഞാൻ ഇവിടെ നിർത്താം. എനിക്കൊരു കേസിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ചെമ്പകം രാജൻ, പക്ഷേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഡിസ്കഷനിൽ വേണമെങ്കിൽ അത് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ 75ാം ആനിവേഴ്സറി, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അഡോപ്ഷൻ്റെ 75ാമത്തെ ആനിവേഴ്സറിയാണ്. ഈ 75 വർഷത്തിൻ്റെ ഉള്ളിൽ
നമുക്കൊരു പുതിയ സമൂഹത്തിലേക്ക് കുറേ കൂടെ നമുക്ക് പോകാമായിരുന്നു, അഡ്വാൻസ് ചെയ്യാമായിരുന്നു, ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക്. അതിനെ ആര് തടഞ്ഞു? അതിനെ ഇന്ത്യൻ സ്റ്റേറ്റ് തടഞ്ഞു. ആക്ച്വലി ഇന്ത്യൻ സ്റ്റേറ്റോ ജുഡീഷ്യറിയോ അല്ല, നമ്മുടെ ഓളിഗാർക്കി അതിനെ തടഞ്ഞു. അവർ സുപ്രീം കോടതി പറഞ്ഞു, ഹിന്ദു ആരാണ്? ഹു ലുക്സ് ടു ദ പാസ്റ്റ് വിത്ത് റെവറൻസ്. ഐ വോണ്ട് ടു ലുക്ക് ടു ദ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ്, നോട്ട് ലുക്ക് ടു ദ പാസ്റ്റ് വിത്ത് റെവറൻസ്. ഒരു പാസ്റ്റ് ഓഫ് എൻസ്ലേവ്മെൻറ്റ് വിത്ത് റെവറൻസ്. ഐ വോണ്ട് ടു ലുക്ക് ടു എ ഫ്യൂച്ചർ ഓഫ് ലിബർട്ടി വിത്ത് ഹോപ്പ് ആൻഡ് ഇക്വാളിറ്റി വിത്ത് ഹോപ്പ്. അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞ് ഈ ഓളിഗാർക്കി ഈ സുപ്രീം കോർട്ടിൻ്റെ റെവല്യൂഷണറി ഇൻറ്റൻറ്റിനെ ഇത് ക്യാപ്ചർ ചെയ്ത് അതിനെ പുറോട്ട് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 75 വർഷത്തിൽ ഞാൻ തീർച്ചയായിട്ടും കാണില്ല, ഇവിടെ ഉള്ള ചിലരൊക്കെ കാണുമായിരിക്കും. എനിക്ക് ഓൾറെഡി 71 വയസ്സായി. അപ്പോൾ ഇനിയിപ്പോൾ 75 വർഷം കൂടെ എന്ത് വന്നാലും ഞാൻ ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ അടുത്ത 150ാം ആനിവേഴ്സറി സർവൈവ് ചെയ്യുമോ നമുക്കറിയില്ല. ഇറ്റ്സ് അപ് ടു അസ്. സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ നോക്കും? ഇത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നമ്പർ 1, നമ്മൾ ഈ സൊസൈറ്റിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ ജാതികളല്ല, നമ്മൾ സമുദായങ്ങളാണ്. നമ്മളുടെ സമുദായങ്ങളെല്ലാം ശക്തമാകണം. ബാബാ സാഹേബ് അംബേദ്കർ 38(2) ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് ഇക്വാളിറ്റി നോട്ട് ഓൺലി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ എമംഗ്സ് ഗ്രൂപ്പ്സ്. നമുക്കിപ്പോൾ അയ്യരും അയ്യങ്കാരും നമ്പൂതിരിയും സ്ട്രോങ് ആകുന്നതിൽ ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ധീവര, പുലയ, പറയ, ഈഴവ ഇവരൊക്കെ ദേ ഷുഡ് ഓൾസോ ബി ഈക്വലി സ്ട്രോങ്. മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും മസ്റ്റ് ബി സ്ട്രോങ് അല്ലേ? ഓൾ കമ്മ്യൂണിറ്റീസ് മസ്റ്റ് ബി സ്ട്രോങ്. ദെൻ ഗ്രൂപ്പ് ഇക്വാളിറ്റി വേണം. ചിലർ മാത്രം സ്ട്രോങ് ആകുക, ബാക്കിയുള്ളവർ എന്നേക്കും വീക്കായിരിക്കുന്നത് ശരിയല്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സമുദായങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് എല്ലാ സമുദായങ്ങളും ദുർബലമായിട്ടുള്ള, അതായത് വീക്കർ സെക്ഷൻ എന്ന് വെച്ചാൽ, ബാക്ക്വേർഡ് എന്ന് വെച്ചാൽ പീപ്പിൾ ഹു ആർ ഡിനൈഡ് ദ ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ദെയർ സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ്, അവരാണ് നമ്മൾ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് കിട്ടുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം എന്താണ്, ഈ വർണ്ണ സിസ്റ്റം എന്താണ്, ഈ സിസ്റ്റം ഓഫ് കാറ്റഗറൈസിങ് സമുദായങ്ങൾ, എന്നിട്ട് ആ കാറ്റഗറൈസേഷനിലൂടെ ഒരു 5ാം കാറ്റഗറി ഉണ്ടാക്കി ആ 5ാം കാറ്റഗറിയിൽ പെടുന്ന സമുദായങ്ങളുടെ സർവ്വ അവകാശങ്ങളും അധികാരങ്ങളും എടുത്ത് കളയുക. അതാണ് കാസ്റ്റ് സിസ്റ്റം. അതിനെ നിലനിർത്തണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സമുദായങ്ങളെ ഇല്ലാതാക്കുക, വർണ്ണത്തിനെ നിലനിർത്തുക. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. പിന്നെ ഈ സുപ്രീം കോടതിയുടെ ആക്ഷൻസ് ആയാലും നിയമങ്ങളായാലും അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് എൻ്റെ ലാസ്റ്റ് പോയിൻറ്റ്. ഇത് എവിടെ നിന്ന് വരുന്നു? ഇത് വെറുതെ ഒരു വേദങ്ങളിൽ നിന്ന് വരുന്നതല്ല. ഇത് ഈ അക്കാഡമിക്സായിട്ട് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകും. ഈ ആക്സിയോളജി എന്നൊരു ഫീൽഡുണ്ട്. ആക്സിയോസ്, AXIOS. ആക്സിയോസ് എന്ന് വെച്ചാൽ വർത്ത്, വാല്യൂ. അപ്പോൾ ആക്സിയോസ്, നമ്മൾ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ മൂല്യം കൊടുക്കുന്നു. ചിലതിന് മൂല്യം കൊടുക്കുന്നില്ല. എൻ്റെ വായിക്കുന്ന കണ്ണാടിക്ക് ഇപ്പം ഞാൻ മൂല്യം കൊടുക്കുന്നു, പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിന് മൂല്യം കൊടുക്കില്ല, ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ ആക്സിയോസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഞാനാണ്. അതുപോലെ ഒരു സമൂഹവും എന്താണ്, വാട്ട് ഈസ് വർത്തി, വാട്ട് ഈസ് വാല്യുബിൾ, വാട്ട് ഈസ് നോട്ട് വാല്യുബിൾ എന്ന് നമ്മൾ ഓൾവേസ് ജഡ്ജ് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. അതിൻ്റെ പഠനമാണ് നമ്മൾ ആക്സിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജുഡീഷ്യൽ ഡിസിഷൻസ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, മോറൽ പ്രിൻസിപ്പിൾസ് ആണ്, നോംസ് ഓഫ് കോണ്ടക്റ്റ് ആണ് ജഡ്ജസ് അപ്ലൈ ചെയ്യുന്നത്. വർണ്ണ സിസ്റ്റം നല്ലതാണോ മോശമാണോ, ഈ ഡിവിഷൻസ് ശരിയാണോ തെറ്റാണോ, അത് ശരിയാണെന്ന് പറയുന്നതിൻ്റെ അടിയിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്, മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാണ് നമ്മൾ ആക്സിയോസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പല വൈവിധ്യമുള്ള ആക്സിയോസുകളുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും അവരവരുടെ ആക്സിയോസ് ഉണ്ട്. പക്ഷേ ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസിനുള്ള ആക്സിയോസ് മാത്രമേ നിയമമാകുന്നുള്ളൂ, അത് മാത്രമേ കോടതി നിർണയമാകുന്നുള്ളൂ. അതുകൊണ്ട് അവർ പറയുന്നു വർണ്ണം നല്ലതാണ്. നമ്മൾ ആരെങ്കിലും അവിടെ ഇരുന്ന് ആ ജഡ്ജ്മെൻറ്റ് എഴുതിയാൽ ഒരിക്കലും നമ്മളത് പറയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആക്സിയോസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ആക്സിയോസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നാരായണ ഗുരു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ അംബേദ്കർ, അല്ലെങ്കിൽ ഒരു മഹാത്മാ ഫൂലെ,
അല്ലെങ്കിൽ അയ്യങ്കാളി, ഇവരൊക്കെ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് മഹാത്മാ അയ്യങ്കാളി പറയുമ്പോൾ അതൊരു ആക്സിയോസാണ്, അസേർഷൻ ഓഫ് ആക്സിയോസാണ്. പെൺകുട്ടിയാണ്, പഠിക്കണം, നിങ്ങൾ വിലക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാല്യൂ അസേർട്ട് ചെയ്യാണ്. അത് മഹാത്മാ അയ്യങ്കാളിയുടെ ആക്സിയോളജിയാണ്. ആ ആക്സിയോളജി ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സിലേക്ക് എത്തുന്നില്ല. ഈ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം വരുന്നത് ഈ വേദിക് ബ്രാഹ്മണിക് ആക്സിയോളജിയിൽ നിന്ന് മാത്രമാണ്. പക്ഷേ ഇതൊരു ജനാധിപത്യമാണ്, വളരെ വൈവിധ്യമുള്ള ജനാധിപത്യമാണ്. എല്ലാവരുടെയും വാല്യൂസും സെൻസ് ഓഫ് വർത്തും അവിടെ വരികയും എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് അതിനൊരു കൺസെൻസസ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ അതാണ് ജനാധിപത്യം. അപ്പോൾ ബേസിക് പ്രോബ്ലം എന്താണ്? ഈ സുപ്രീം കോടതിയിൽ, മറ്റു കോടതികളിലും, ലെജിസ്ലേച്ചറിലും, എക്സിക്യൂട്ടീവിലും നമുക്ക് പ്രാതിനിധ്യം, എല്ലാവരുടെയും പ്രാതിനിധ്യവും വോയിസും പാർട്ടിസിപ്പേഷനും പങ്കാളിത്തവും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വഴിതെറ്റിപ്പോവില്ല. അതില്ലാത്തത് കൊണ്ടാണ് ഈ ഭരണഘടന ഈ ICUവിൽ കിടക്കുന്നത്. അത് ഇനി വരുന്ന നാളുകളിൽ ആ പ്രാതിനിധ്യത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അത് ഒരു യാഥാർത്ഥ്യമാക്കണം. അതിനുവേണ്ടി സെൻസസ് ഡിമാൻഡ് ചെയ്യണം. ഈ കേരളത്തിൽ സെൻസസ് നടത്തണമെന്ന് വളരെ ശക്തമായി നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടി വരും. മിസ്റ്റർ ജോഷി പറയായിരുന്നു അടുത്ത നമ്മുടെ മീറ്റിംഗ് അതിനെക്കുറിച്ചായിരിക്കും, സെൻസസിനെ കുറിച്ച്. സെൻസസ് ഇവിടെ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ശക്തമായി ഡിമാൻഡ് ചെയ്യണം. എന്നാലേ എല്ലാ കമ്മ്യൂണിറ്റി 93 വർഷമായി പല കമ്മ്യൂണിറ്റീസിനെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, എണ്ണിയിട്ടില്ല. അവർ എത്ര പേരുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ അറിയില്ല. അതിൻ്റെ അർത്ഥം ഭരിക്കുന്ന കമ്മ്യൂണിറ്റീസിന്, ഈ കമ്മ്യൂണിറ്റീസിന് അവരുടെ കണ്ണിൽ ഒരു വാല്യൂമില്ല, അവരുടെ ആക്സിയോളജിയിൽ ഇവർക്കൊരു വാല്യൂമില്ല. പക്ഷെ നമ്മൾ അസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്നിച്ച് വന്ന് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ വർഗം കോൺസ്റ്റിറ്റ്യൂഷനെ അവരുടെ കണ്ണിൽ കൂടെ മാത്രം കണ്ട് വ്യാഖ്യാനിച്ച് നമ്മളുടെ രാജ്യത്തിനെ തന്നെ വഴിതെറ്റിക്കും. ഞാനിവിടെ നിർത്തിയിട്ട് വി ക്യാൻ ഹാവ് സം ഡിസ്കഷൻ ആൻഡ് സ്റ്റോപ്പ്. താങ്ക് യു വെരി മച്ച്.